50 നോയമ്പിൻ്റെ 3-ാം ദിവസമാണ് ഇന്ന്. നോയമ്പിനെക്കുറിച്ച്, നോയമ്പിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ഫാദർ മാത്യു നമ്മളോട് സംസാരിക്കുന്നു. ഈ നോമ്പ് കാലത്തിൽ 50 നോമ്പിലേക്ക് നമുക്ക് കൂടുതൽ വിശുദ്ധമായിട്ട് അതിലേക്ക് പ്രവേശിക്കാനായിട്ട്, പ്രാർത്ഥനകൾ പ്രവേശിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിനാണ് പരിവർത്തനം വരുത്തുന്നത്. കടലിൽ ഒരു പ്രത്യേക മത്സ്യമുണ്ട്, റിമോറ. അത് സക്കർ ഇനത്തിൽപ്പെട്ട ഒരു മത്സ്യമാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ മത്സ്യങ്ങളുടെ മേലെ അത് അള്ളിപ്പിടിച്ചിരുന്ന കാണാൻ ജീവിക്കുന്നത്. തിമിംഗലം പോലുള്ള മത്സ്യങ്ങളുടെ മുകളിൽ അള്ളിപ്പിടിച്ചിരുന്നിട്ട് ഈ മത്സ്യം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇതിനെപ്പറ്റി പറയുന്നത്, ഇത് അള്ളിപ്പിടിച്ചിരുന്ന, അതായത് കപ്പലുകളുടെയും ഒക്കെ അടിയിൽ അള്ളിപ്പിടിച്ചിരുന്നാൽ അതിന്റെ ഗതി തന്നെ അതിന് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ നിശ്ചലമാക്കാൻ പറ്റും. ഈ മത്സ്യത്തെ അത്രമാത്രം ശക്തിയുള്ള മത്സ്യമാണെന്ന് പറയാറുണ്ട്. റോമൻ സൈന്യാധിപനായ അന്റോണിയോയുടെ യുദ്ധത്തിന്റെ പരാജയത്തിന് കാരണം ഈ അദ്ദേഹത്തിന്റെ യുദ്ധക്കപ്പലിനടിയിൽ ഈ മത്സ്യം പറ്റിപ്പിടിച്ചിരുന്നതൊക്കെ ഇങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. എന്താണേലും റിമോറ എന്ന് പറയുന്നത് മോറ എന്നുള്ള ലാറ്റിൻ പദത്തിൽ നിന്നുള്ളതാണ്. മോറ എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക, പിന്നോട്ട് വലിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ റിമോറ എന്ന് പറഞ്ഞാൽ പിന്നോട്ട് തടസ്സപ്പെടുത്തുക, അല്ലെ പിന്നോട്ട് വലിക്കുക, ഒരു ഗതിയെ തടസ്സപ്പെടുത്തുക. ഈ നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് എന്തും, നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നത് എന്തിനേയും നമുക്ക് ഈ റിമോറ എന്ന് വിശേഷിപ്പിക്കാം. റിമോറയാണ് അതൊക്കെ. അപ്പൊ ജീവിതത്തെ നമ്മളെ മുമ്പോട്ട് പോകുന്ന നമ്മുടെ ഗതികളെ തടസ്സപ്പെടുത്തുന്ന എന്തും. അപ്പൊ ജീവിതത്തിൽ എന്തുമാകാം. നമ്മുടെ സാധാരണ ജീവിതത്തിനെ മുമ്പോട്ട് സുഗമമായിട്ട് കൊണ്ടുപോകാൻ തടസ്സമാക്കുന്ന ഏതൊരു കാര്യമാകട്ടെ, ശീലമാവട്ടെ, ചങ്ങാത്തമാവട്ടെ, നമ്മളുടെ നെഗറ്റീവായിട്ടുള്ള നമ്മുടെ വൈരാഗ്യമാവട്ടെ, സാധാരണമായി നമ്മുടെ ജീവിതത്തെ സുഗമമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ തടസ്സമാക്കുന്ന കാര്യങ്ങളെല്ലാം റിമോറകളാണ്. അപ്പൊ ഈ നോമ്പ് കാലം ജീവിതത്തിലെ റിമോറകളെ കണ്ടുപിടിക്കാനുള്ള സമയമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, അങ്ങനെ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് സുഗമമായിട്ട് പോകുന്ന തടസ്സമാണ്. എൻ്റെ പ്രാർത്ഥനകളിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. എൻ്റെ ജീവിതം സാധാരണ പോലെ മുമ്പോട്ട് പോകുന്നില്ല. എൻ്റെ കാര്യങ്ങളൊന്നും ശരിയായിട്ട് നടക്കുന്നില്ല. എൻ്റെ ജീവിതം വിരസമായിട്ട് തോന്നുന്നു, പ്രാർത്ഥന അനുഭവമാകുന്നില്ല എന്നൊക്കെ ഒരു വ്യക്തിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാളുടെ ജീവിതത്തിന്റെ വള്ളം എടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് നോക്കണം. എന്നിട്ട് അതിന്റെ അടിയിൽ എന്തെങ്കിലും റിമോറകൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഉറപ്പായിട്ടുണ്ടാകും. ജീവിതം സ്ലോ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ, ജീവിതം വിരസമായിട്ട് പോകുന്നുണ്ടെങ്കിൽ, സന്തോഷപ്രദമല്ലെങ്കിൽ, ആനന്ദമല്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിനകത്ത് സാധാരണ നമ്മൾ അനുഭവിക്കേണ്ട സന്തോഷവും സമാധാനവും ലഭിക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ വള്ളം ഒന്ന് തിരിച്ചിട്ട് നോക്കണം. അതിനടിയിൽ ഒരു റിമോറയുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. എൻ്റെ ജീവിതത്തിന്റെ ഗതിയെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് തടസ്സപ്പെടുത്തിയിരിക്കുന്ന കാര്യം എന്താണ്? ഒരു ആത്മവിചിന്തനത്തിനുള്ള ഒരു സമയമാണ് ഈ നോമ്പ് കാലം. അപ്പൊ ഈ നോമ്പില് നമ്മൾ പരാജയപ്പെടുന്നത് നമ്മുടെ ധ്യാനം വഴിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകള്, ഉപവാസങ്ങള്. അപ്പൊ അത് പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ, പറ്റിപ്പിടിച്ചതിനെ പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വേദനയാണ്, പെയിൻഫുൾ ആണ്. അത്ര എളുപ്പമല്ല. പക്ഷെ അത് പറിച്ചെടുത്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ പറിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷെ പറിച്ചു മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ എടുത്തു മാറ്റാനായിട്ട് ഈ നോമ്പ് കാലത്തിൽ നമുക്ക് പരിശ്രമിക്കണം. നോമ്പെന്ന് പറയുന്നത്, ഒരു വ്യക്തി എടുക്കേണ്ട നോമ്പെന്ന് പറയുന്നത് ഈ റിമോറകളെ കണ്ടെത്തി അതിനെ ഒഴിവാക്കുകയാണ്. ഭക്ഷണം, ഇറച്ചിയും മീനും ഒക്കെ ഒഴിവാക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷെ അതല്ല, അതിനപ്പുറത്ത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ആണ് നോമ്പായിട്ട് എടുക്കേണ്ടത്.